കുടുംബത്തിന്റെ വഴികാട്ടിയാണ് ഉപ്പ. പിതാവിന്റെ ഉത്തരവാദിത്വം തന്റെ കുടുംബത്തെ സന്മാർഗത്തിൽ നയിക്കുക എന്നത് ഒരു പിതാവിന്റെ പ്രധാന കടമയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുൾ ചെയ്തതാണല്ലോ, സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക എന്നുള്ള വചനം. ആത്മീയവും മതപരവുമായ അറിവുകൾ മക്കൾക്ക് പകർന്നു നൽകുക വഴി മാത്രമേ അവരെ തെറ്റായ വഴികളിൽ നിന്ന് സംരക്ഷിക്കാൻ പിതാവിന് സാധിക്കുകയുള്ളൂ. മാതൃകയാവുക. മക്കൾക്ക് വെറുതെ ഉപദേശം നൽകുന്നതിനേക്കാൾ ഉപ്പ തന്നെ ഒരു നല്ല മാതൃകയായി മാറുമ്പോഴാണ് ആത്മീയ ജ്ഞാനം മക്കളിലേക്ക് വേഗത്തിൽ പകരുന്നത്. ഒരുമിച്ച് ജമാഅത്തായി കൂട്ടമായി നമസ്കരിക്കുക, ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുക, പ്രവാചക ചരിത്രങ്ങളും പ്രകീർത്തനങ്ങളും ഇസ്ലാമിക ചരിത്രങ്ങളും പങ്കുവെക്കുക. ഇത്തരം കാര്യങ്ങൾ ഉപ്പയും മക്കളും തമ്മിലുള്ള ആത്മീയ ബന്ധം ശക്തമാക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൂടെ മക്കൾക്ക് ഇഷ്ക് പകർന്നു നൽകുവാൻ സാധിക്കുന്നു. അറിവ് നേടൽ നിർബന്ധം. അറിവ് നേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമായ ഹദീസ് എല്ലാവർക്കും ബാധകമാണല്ലോ. പിതാവ് തന്റെ തിരക്കുകൾക്കിടയിലും ആത്മീയ ജ്ഞാനം നേടാൻ സമയം കണ്ടെത്തുകയും മക്കളെ അതിനായി പ്രോത്സാഹിപ്പിക്കുകയും വേണം. ദുനിയാവിലെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആഖിറത്തിലെ ആത്മീയ വിദ്യാഭ്യാസവും പരലോക വിജയത്തിന് അറിവ് നേടേണ്ടതുണ്ട്. പരലോകത്തിന്റെ പ്രതിഫലം. ഒരു പിതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം നല്ല അച്ചടക്കവും ആത്മീയ വിജ്ഞാനവുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്ത കാര്യമാണല്ലോ. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാ അമലുകളും മുറിഞ്ഞു പോകും. അതിലൊന്നാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹത്തായ മക്കൾ. മക്കൾ ആത്മീയ അറിവ് നൽകിയാൽ മാത്രമേ അവർ മാതാപിതാക്കൾക്ക് വേണ്ടി മരണശേഷം പ്രാർത്ഥിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയും തിരുചര്യയുമാണ് ഖുർആനിൽ ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ആത്മീയ ഉപദേശങ്ങൾ. സൂറത്തുൽ ലുക്മാൻ വളരെ പ്രസക്തമാണ്. അള്ളാഹുവെ പങ്കുചേർക്കുന്നതിനെ പറ്റിയും പങ്കുചേർക്കരുതെന്ന താക്കീതും, നമസ്കാരം നിലനിർത്തുക, നന്മ കൽപ്പിക്കുക, തിന്മക്കെതിരെ നിൽക്കുക, അഹങ്കരിക്കരുത് തുടങ്ങിയ ഉന്നതമായ ആത്മീയ അറിവുകളാണ് അദ്ദേഹം മകന് പകർന്നു നൽകിയത്. യാക്കൂബ് നബി അലൈഹി സ്വലാം അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പോലും മക്കളെ അരികിൽ വിളിച്ച് ചോദിച്ചത് അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തെ പറ്റിയാണ്.